നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ലോകത്തെ ഇത്ര മനോഹരമായി കാണുന്നതെങ്ങനെയെന്ന്? നമ്മുടെയെല്ലാം നെഞ്ചിൽ ഹൃദയം പോലെ മുഖത്തിലൊരു അത്ഭുത യന്ത്രമുണ്ട്, കണ്ണ്. കണ്ണിലൂടെയാണ് നമ്മൾ നിറങ്ങളും ആകൃതികളുമായ ഒരു ലോകത്തിലേക്ക് നോക്കുന്നത്. കണ്ണിന്റെ പുറത്ത് നമ്മൾ ആദ്യം കാണുന്ന തവിട്ട് നീല പച്ച നിറമുള്ള ഭാഗം, അതാണ് ഇറിസ്. അതിന്റെ നടുവിലുള്ള കറുത്ത ചുള്ളി, പ്യൂപ്പിൽ. പ്യൂപ്പിൽ ഒരു വാതിൽ പോലെയാണ്. വെളിച്ചം വളരെ കൂടിയാൽ അത് ചെറുതാകും, വെളിച്ചം കുറഞ്ഞാൽ അത് വലുതാകും. എങ്ങനെ ക്യാമറയിൽ അപ്പർച്ചർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമോ അതേ രീതിയിൽ പ്യൂപ്പിലിലൂടെ കണ്ണിനകത്തേക്ക് കടക്കുന്ന പ്രകാശം അവസാനമായി റെറ്റിനയിലെത്തും. അവിടെ റോഡ്സ് കോൺസ് എന്ന 2 തരത്തിലുള്ള സെല്ലുകളുണ്ട്. റോഡ്സ് നമ്മളെ ഇരുട്ടിൽ കാണാൻ സഹായിക്കും. കോൺസ് നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കും. നമുക്ക് ചുവപ്പ്, നീല, പച്ച, മഞ്ഞ എല്ലാം മനസ്സിലാകുന്നത് കോൺസ് കൊണ്ടാണ്. അതിലുണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ മായാജാലം എന്താണെന്നറിയാമോ? റെറ്റിന അത് കാണുന്ന ദൃശ്യം ഇലക്ട്രിക് സിഗ്നലായി മാറ്റി ബ്രെയിനിലേക്ക് അയക്കും. പിന്നെ ബ്രെയിൻ ആ സിഗ്നൽ ഡീകോഡ് ചെയ്ത് അതൊരു മരം, അതൊരു പൂവ്, അതൊരു മനുഷ്യൻ എന്നിങ്ങനെ നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അർത്ഥം, കണ്ണ് കാണുന്നു, പക്ഷെ ബുദ്ധി അത് മനസ്സിലാക്കുന്നു. ഒരു ദിവസം നമ്മുടെ കണ്ണ് ഏകദേശം 20,000 തവണയാണ് കണ്ണിറുക്കുന്നത്. പക്ഷേ ഒന്നിനും നമ്മൾ കോൺഷ്യസ്ലി കമാൻഡ് കൊടുക്കുന്നില്ല. ശരീരം തന്നെ ഓട്ടോമാറ്റിക്കായി ചെയ്യുന്നു. ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കണ്ണ് എത്ര അത്ഭുതകരമായൊരു യന്ത്രമാണെന്ന്. അതിനാൽ കണ്ണിന് വിശ്രമം കൊടുക്കണം മക്കളെ. ദൂരത്തിലേക്കൊന്ന് നോക്കുക. കമ്പ്യൂട്ടർ, ഫോൺ സ്ക്രീനിൽ ഇടയ്ക്കിടെ നിന്നൊന്നും മാറുക. കാരണം ഈ കണ്ണ് നമുക്ക് വൺസ് ലോസ്റ്റ് തിരികെ കിട്ടാൻ സാധിക്കാത്ത ഒരു നിധിയാണ്.